ഞാൻ സെപ്റ്റംബർ 2025 പാസ് ചെയ്തത്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് CA വന്നത് എന്നുള്ളതാണ്. ഞാനൊരു നേഴ്സായിരുന്നു. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗിൽ MSc നഴ്സിംഗ് കഴിഞ്ഞ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ PhD ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വിപിൻ. അപ്പോൾ എന്നോട് ചോദിച്ചു ആഫ്റ്റർ PhD ഉള്ള ലൈഫ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് കല്യാണത്തിന് ശേഷമാണ്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല. 10th-ലും 12th-ലും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇളയാൾ 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. ബിക്കോസ് MSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് യു ടു മോൾഡ് ബിക്കം എ റിസർച്ചർ, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മാനേജറൊക്കെ ആക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും ഒരു ഡീപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പിള്ളേരെ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. പാരൻസ് ഉണ്ട്, ഗ്രാൻഡ് പാരൻ്റ് ഉണ്ട്. അപ്പം ചെയ്യാൻ കുറച്ച് കഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരു BSc MSc ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 lakhs-ഓളം ചെലവുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു തിരിച്ചൊരു റെമ്യൂണറേഷൻ നമുക്ക് വരുന്നില്ലായിരുന്നു. കേരളത്തിൽ നിൽക്കുമ്പോൾ നഴ്സിംഗ് നിങ്ങൾക്കറിയാം, എബ്രോഡ് പോകുമ്പോഴാണ് ശരിക്കും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കരിക്കുലമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റിയും ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലായിടത്തും നഴ്സസ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കോ നമുക്ക് തിരിച്ചൊരു റെമ്യൂണറേഷൻ വരുന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കസിനും, അതായത് വിപിൻ സാറിൻ്റെ പേപ്പൻ്റെ മകനും ഞാൻ PG ചെയ്യുന്ന സമയത്ത് അവൻ CA വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ക്വാളിഫൈ ചെയ്തപ്പോൾ അവന് കിട്ടുന്ന സാലറി എനിക്ക് കിട്ടുന്ന സാലറിയുടെ 6 times ആണ്. എഫേർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഈക്വലി ആയിരുന്നു. അപ്പോൾ അതൊരു കാരണമായിരുന്നു എനിക്ക് ചിന്തിക്കാൻ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് CA പാസ്സായി കഴിഞ്ഞാൽ എനിക്കൊരു സെൽഫ് എംപ്ലോയ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ഇൻ നഴ്സിംഗ്. ആക്ച്വലി ഉണ്ട്, ഇൻഡിപെൻഡന്റ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. എബ്രോഡെല്ലാം നമ്മുടെ നഴ്സസ് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഡോക്ടേഴ്സ് കൺസൾട്ടൻസ് ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് നഴ്സസിനും ചെയ്യാം. ഇൻഡിപെൻഡന്റ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയും. ഞാൻ ഇഷ്ടപ്പെട്ട് ഞാനൊരു നഴ്സ് ആണെന്ന് പറയാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതിലൂടെ ഞാൻ നേടിയ സ്കിൽസ് കൊണ്ടാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്ഷൻ എനിക്കുണ്ട് എന്ന ഒരു പോസിബിലിറ്റി ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ PhD വേണ്ട, PhDക്ക് എനിവേ ഞാൻ 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, നീ 5 വർഷം നിനക്ക് ഞാൻ സമയം തരാം, CA നീ അതിനുള്ളിൽ പാസ്സായിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ വിട്ടിട്ട് പൊക്കോ എന്ന് എന്നോട് പറഞ്ഞു. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് 4.5 years CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ശരിക്കും എൻ്റെ ഫാമിലിയുടെ ശരിക്കും നല്ലൊരു സപ്പോർട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലോസ് ആണ്. അപ്പച്ചനും അപ്പച്ചിയും, അപ്പൂപ്പനുണ്ടായിരുന്നു, അപ്പൂപ്പൻ ഇടയ്ക്ക് മരിച്ചു. എൻ്റെ അപ്പച്ചനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ സപ്പോർട്ട് തന്നെ. പക്ഷെ ഞാൻ CA ജേർണി തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് കോവിഡ് കോംപ്ലിക്കേഷൻ ആയിട്ട് അപ്പച്ചൻ എന്നെ വിട്ടുപോയി. പക്ഷെ അമ്മച്ചിയാണെങ്കിലും എൻ്റെ പിള്ളേരാണെങ്കിലും എനിക്കറിയാം ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് പഠിച്ചത്. ബിക്കോസ് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിലായിരുന്നു. അപ്പം വീട്ടിലെ പണികളുണ്ടായിരുന്നു, ആർട്ടിക്കിൾഷിപ്പിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, തനിയെ പഠിക്കണം. അപ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാർ തന്നെയായിരുന്നു കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നഴ്സിംഗ് വിട്ടു പോകുന്ന സമയത്ത് എൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന കുറേ പേര് എനിക്ക്, സാരില്ല, നീ വീട്ടിൽ നിർബന്ധിച്ചിട്ടല്ലേ, 1 വർഷം കഴിഞ്ഞ് നീ തിരിച്ചു പോരെ, നിന്റെ പോസ്റ്റ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ എന്തായാലും ക്വാളിഫൈ ചെയ്യില്ല എന്നൊരു പേര്. അപ്പം അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഐ ഷുഡ് പ്രൂവ് എന്നൊരു ഇതുണ്ടായിരുന്നായിരിക്കും. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ സമയം പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഞാൻ പഠിച്ചെങ്കിലും എനിക്ക് ക്ഷീണമാണെങ്കിലും ഞാൻ വിചാരിക്കും ഐ ഷുഡ് പ്രൂവ് ദാറ്റ് ഐ എം കേപ്പബിൾ എന്നെനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു.
അതിന് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ശരിക്കും ദൈവാനുഗ്രഹമാണ്, എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേം എൻ്റെ പേരിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇപ്പം എന്നെ നിന്ന് കുറെ കളിയാക്കിയ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ യെസ്റ്റർഡേ ഞാൻ എൻ്റെ സൈനും എൻ്റെ സീലും ആളുടെ ഒരു നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം എനിക്കൊരു അവസരം തന്ന പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരുടെ മുമ്പിൽ ദൈവം നമുക്കൊരു അവസരം തന്നല്ലോ എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, CA നമ്മളിപ്പം പല സ്കൂളുകളിലും നമ്മൾ കരിയർ ഗൈഡൻസിനൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് പറയും, ടീച്ചേഴ്സ് തന്നെ പറയും എന്തിനാ പിള്ളേരെ നിർബന്ധിക്കുന്ന, ഇതൊരു പാസ്സാവാത്ത കോഴ്സാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയത്, ഇഫ് യു ആർ ഗോയിങ് വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് കൺസിസ്റ്റന്റ് സ്റ്റഡി ഷെഡ്യൂൾസ് ആൻഡ് ഒരു പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രഡീഷണൽ ഓഡിറ്റ് ടാക്സേഷൻ അല്ലാതെ ബിയോണ്ട് നിങ്ങൾ തിങ്ക് ചെയ്താൽ, ഇഫ് യു വാണ്ട് ടു ബി എ ടീച്ചർ യു ക്യാൻ ബി എ ടീച്ചർ. If you are interested in an investigation, you can be a forensic auditor. If you are interested in technology, you can be a system auditor. Okay. Then ഞാനിപ്പോൾ ചെയ്യുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവണമെങ്കിൽ 10 years എക്സ്പീരിയൻസ് വേണം. ബട്ട് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ റിപ്പോർട്ട്സ് അവർക്ക് വേണ്ടി ഞാൻ എഴുതുന്ന റിപ്പോർട്ട്സ് അവർ കോടതികളിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ if you have a confidence and if you are ready to work hard, you can achieve this. Thank you.